അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1165. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ യഹ്യ ബിൻ റാഷിദ് റളിയല്ലാഹു അൻഹു ഖാൽ, യഹ്യ ബിൻ റാഷിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അവിടുന്ന് പറഞ്ഞു, ജലസ്നാ ലി അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഫഖറജ ഇലൈന ഫജലസ, അങ്ങനെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു ഞങ്ങളിലേക്ക് വന്നു, ഞങ്ങളടുത്തിരുന്നു. ഫഖാല, എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ ഹാലത്ത് ശഫാഅത്തുഹു ദൂന ഹദ്ദി മിൻ ഹുദൂദില്ലാഹ്, ഒരാളുടെ ഷഫാഅത്ത്, റെക്കമെൻഡേഷൻ, അള്ളാഹുവിൻ്റെ നിയമം, ഹദ്ദ്, ശിക്ഷ നടപ്പാക്കുന്നതിന് അതിൽ നിന്ന് മറയിട്ടാൽ, തടയിട്ടാൽ, ഒരാൾ വലിയ തെറ്റ് ചെയ്തു, ആ തെറ്റിന് അവന് ശിക്ഷ നടപ്പാക്കുകയാണ്. ഇസ്ലാമിക ഭരണമുള്ളിടത്തോ അത്തരം സ്ഥലങ്ങളിൽ ശിക്ഷ നടപ്പാക്കുമ്പോൾ അതിന് തടയിട്ടുകൊണ്ടാണ് ഒരാൾ ഷഫാഅത്ത് റെക്കമെൻഡ് ചെയ്തത്. ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയാണ് ഒരാൾ റെക്കമെൻഡ് ചെയ്യുന്നതെങ്കിൽ ഫഖദ് ളാദ്ദല്ലാഹ്, നിക്ഷേപം അവൻ അള്ളാഹുവിന് എതിര് ചെയ്തവനാണ്. അവൻ അള്ളാഹുവിന് എതിര് ചെയ്തവനാണ്. അള്ളാഹുവിന് തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ നടപ്പാക്കുമ്പോൾ അതിന് റെക്കമെൻഡേഷൻ ചെയ്യുക, അതവൻ അള്ളാഹുവിന് എതിര് ചെയ്തവനാണ്. വമൻ ഖാസമ ഫി ബാത്തുലിൻ, ഒരാളൊരു തെറ്റായ കാര്യത്തിൽ തർക്കിച്ചാൽ, വഹുവ യഅലമുഹു, അവനെ അറിയാം അത് ശരിയല്ല, സത്യമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനു വേണ്ടി ഒരാൾ തർക്കിച്ചു, എന്നാൽ ലം യസൽ ഫീ സഖത്തില്ലാഹ് ഹത്താ യൻസി അൻഹു, അതിൽ നിന്ന് അവൻ ഒഴിവാകുന്നത് വരെ അവൻ അള്ളാഹുവിൻ്റെ കോപത്തിലാണ്, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിലാണ് അവൻ. അവൻ ഖാല ഫീ മുഅ്മിനിൻ, ഒരാളൊരു മുഅ്മിനെ കുറിച്ച് പറഞ്ഞാൽ, മാ ലൈസ ഫീഹി, ആ മുഅ്മിനായ മനുഷ്യനിൽ ഇല്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞാൽ, അസ്കനഹുല്ലാഹു റദ്ഗത്തൽ ഖബാൽ ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ, അവൻ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അതിൽ നിന്ന് അവൻ പൊരുത്തപ്പെടിക്കുന്നത് വരെ അവൻ റദ്ഗത്തുൽ ഖബാലിൽ അള്ളാഹുവിനെ താമസിപ്പിക്കും. റദ്ഗത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ നരകത്തിലെ ജനങ്ങളുടെ ചീഞ്ചലവും വേസ്റ്റുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലം, അവിടെയാണ് അവനെ താമസിപ്പിക്കുക, അതായിരിക്കും അവന് കുടിപ്പിക്കുക. ഒരു മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് അവന് ഇല്ലാത്തത് പറഞ്ഞ്, ഇഷ്ടമില്ലാത്തത്, അവനില്ലാത്തത് പറഞ്ഞാൽ അവൻ താമസിക്കേണ്ടത്, അവൻ്റെ പാർപ്പിടം റദ്ഗത്തുൽ ഖബാലായിരിക്കും. വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഈ ഹദീസിൽ നമ്മൾ ഉണർത്തിയിട്ടുള്ളത്. 3 കാര്യങ്ങൾ വലിയ പാപങ്ങളാണ്. ആവശ്യമില്ലാത്ത റെക്കമെൻഡേഷൻ ചെയ്യരുത്. തെറ്റായ കാര്യത്തിന് വേണ്ടി ഒരിക്കലും റെക്കമെൻഡ് ചെയ്യരുത്. ഒരു നിരപരാധിയായ ആളാണ്, അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. അതേ സമയത്ത് ഒരു തിന്മക്ക് വേണ്ടി, ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടി, ഒരു തെറ്റ് ചെയ്തവൻ അവനെ ശിക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ശഫാഅത്ത് റെക്കമെൻഡേഷൻ മറയിട്ടാൽ, അതുപോലെ തന്നെ ഒരു ബാത്തിലായ കാര്യത്തിൽ ഒരാൾ തർക്കിച്ചാൽ, ശരി സത്യമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി തർക്കിക്കുക, അതുപോലെ മുഅ്മിനായ മനുഷ്യന് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, പറയുക, ഇത് വളരെ ഗൗരവമുള്ള തെറ്റാണ് എന്നാണ് ഈ ഹദീസ് നൽകുന്ന പാഠം. അല്ലാഹു തആല ഇതെല്ലാം ഉൾക്കൊള്ളാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.